ട്രിഗർ വാണിംഗ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കിഡിലൻ സിനിമയാണ്. ജെസിക്ക ആൽബയാണ് സിനിമയുടെ നായിക. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. ജെസിക്ക ആൽബ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫാന്റാസ്റ്റിക് ഫോറിലെ സൂസൻ സ്റ്റോമിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആക്ട്രസ്. അപ്പം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണെങ്കിലും ഇതൊരു കിഡിലൻ ആക്ഷൻ സിനിമയാണ്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സിനിമ ഉറപ്പായിട്ടും കാണേണ്ട സിനിമയായിരിക്കും. അപ്പോൾ ഒരു മിലിറ്ററി സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ആയിട്ടുള്ള പാർക്കർ എന്ന് പറയുന്ന നായിക തൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഹോം ടൗണിൽ വരുന്നു. അവിടെ വരുന്ന സമയത്ത് ഈ ഒരു ആക്സിഡൻറ്റ് ഒരു സൂയിസൈഡ് ആണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ അതൊരു മദർ ആണെന്ന ചെറിയ ഡൗട്ട് പാർക്കറിന് തോന്നുന്നതും അതിൻ്റെ പുറകെ പോകുന്നതും അതിനുശേഷം ആ ഒരു ഹോം ടൗണിൽ കുറച്ച് ഇല്ലീഗൽ ടെററിസം ഒക്കെ കാണുന്നു. അപ്പം ടെററിസത്തിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കമാൻഡർ ഓഫീസറാണ് പാർക്കർ എന്ന് പറയുന്നത്. അപ്പം ടെററിസം കണ്ടു കഴിഞ്ഞാൽ വെറുതെ കൊടുത്തില്ലല്ലോ, നേരെ അവന്മാരുടെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് പോയി കിടിലമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സിനിമയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാർക്കർ ആ ഒരു വലിയ ആ ഒരു എനിമി അല്ലെങ്കിൽ ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനോട് ഫൈറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. ഇതിനകത്തെ ഫൈറ്റും കാര്യങ്ങളും ആക്ഷൻ സീക്വൻസുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമയാണ്, എന്നാലും നല്ല കിടിലമായിട്ട് തന്നെ ഓരോ സീനുകളും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1.25 മണിക്കൂർ നമ്മൾ ബോറിംഗ് ഇല്ലാണ്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ. അപ്പം പാർക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആദ്യമേ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. അതായത് സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പാർക്കർ ഇങ്ങനെയായിരിക്കും, പാർക്കർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പാർക്കർ എന്ന് കാണിക്കാനായിട്ടൊരു സീൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാർക്കറിന് നേരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാർക്കർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യമേ കാണിക്കുന്ന ഒരു കിടിലൻ ഫൈറ്റ് സീനുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഗൺ ഷോട്ട് സീൻ, അതായത് മിലിറ്ററി ഓപ്പറേഷനാണ് കാണിക്കുന്നത്. അത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇനി ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഹോം ടൗണിൽ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു. തൻ്റെ ആൾക്കാരെ ഒന്നും വിളിക്കണത്, തൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള സ്പൈഡറിനെ മാത്രം വിളിച്ച് ഇൻഫോം ചെയ്യുന്നു, ഹെൽപ്പുകളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം പോയി നമ്മളുടെ സാധാരണ എങ്ങനെയാണോ ജോൺ വിക്കൊക്കെ ചെയ്യുന്ന പോലെ അതേപോലെ ഒറ്റയ്ക്ക് പോയി ഫൈറ്റ് ചെയ്തിട്ട് എല്ലാം അത് തീർക്കുന്ന ഒരു കിടിലൻ സിനിമ. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു സാധനമല്ല, വലിയൊരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്, അതുമാതിരി ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആ ഒരു ടൗണിലെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ടീമാണ്. അപ്പോൾ അവരോടൊക്കെ എങ്ങനെ മുട്ടുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്ന ഒരു അന്യായ സിനിമ. എന്തായാലും നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ പോയി കാണും, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പം ഇത്രയുമാണ്, ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ ഈ സിനിമയിൽ. എക്സ്പ്ലെയിൻ ചെയ്തത് സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ വളരെ മിനിമലായിട്ട് ഈ സിനിമ നിങ്ങൾ കാണേണ്ട രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം.